Hi all, today we are going to discuss about bird migration. The periodic travelling of birds from one place to another and back is called bird migration. അതായത് പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതും അവിടെ നിന്നും തിരിച്ചു വരുന്നതിനെയുമാണ് bird migration എന്ന് പറയുന്നത്. The purposes of migration are breeding, feeding and getting suitable climatic conditions. Not all species of birds are migratory. Majority of birds have the inherent quality to migrate over short or long distances to obtain the advantages of favorable condition. These are called migratory birds. The birds that are non-migratory are said to be resident or sedentary birds. Next is the various kinds of migration. First one is latitudinal migration. The birds migrating from north to south and vice versa is called latitudinal migration. The birds move from northern hemisphere to southern hemisphere during winter. They return to northern hemisphere during summer for feeding and nesting. Example, many birds of Siberia. അതായത് നോർത്തിൽ നിന്നും സൗത്തിലേക്കുള്ള ബേർഡ്സിൻ്റെ മൈഗ്രേഷനെയും തിരിച്ച് സൗത്തിൽ നിന്നും നോർത്തിലേക്കുള്ള മൈഗ്രേഷനെയാണ് ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ബേർഡ്സ് വിൻ്ററിൽ മൈഗ്രേറ്റ് ചെയ്യുന്നു. അവ തിരിച്ച് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് സമ്മറിൽ തിരിച്ചു വരുന്നു. അത് ഫീഡിങ്ങിനും നെസ്റ്റിങ്ങിനും വേണ്ടിയാണ്. നെക്സ്റ്റ് ഈസ് altitudinal migration. Some birds exhibit altitudinal or vertical migration. That is, they go to the mountain regions in summer and return to the plains in winter seasons. Example, the grebes and coots of Andes in Argentina, billow ptarmigan of Siberia, etc. അതായത് ബേർഡ്സ് സമ്മറിൽ മൗണ്ടൻ റീജിയനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് തിരിച്ച് വിൻ്ററിൽ പ്ലെയിൻസിലേക്ക് തിരിച്ചു വരുന്നു. ഇതിനാണ് ഓൾട്ടിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആൻഡ് വൈസ് വേഴ്സ. Thus, starting moves from a breeding area in Eastern Europe towards the Atlantic coast to avoid chilling cold of winter. അതായത് ബേർഡ്സ് ഈസ്റ്റിൽ നിന്നും വെസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതിനെയും അവിടെ നിന്ന് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് തിരിച്ചു വരുന്നതിനെയുമാണ് ലോങ്ങിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ബ്രീഡിംഗ് സീസണിൽ ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നും അറ്റ്ലാന്റിക് കോസ്റ്റിലേക്ക് പോകുന്നു. ഇത് വിൻ്ററിലുള്ള ചില്ലിങ്ങും ആ തണുപ്പ് ഒഴിവാക്കാനാണ് അവർ ചെയ്യുന്നത്. Species of birds make a partial migration, that is, some individuals of the species remain permanently in an area while others of the same species migrate. Many species of temperate regions are only partial migrants. Some birds, such as redbreast, finch, songthrush, etc., are seen throughout the year. അതായത് ഒരു സ്പീഷീസിൽ തന്നെ കുറച്ച് ഇൻഡിവിജ്വൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളവർ അതേ സ്ഥലത്ത് തന്നെ പെർമനൻ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള മൈഗ്രേഷനെയാണ് പാർഷ്യൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ടെമ്പറേറ്റ് റീജിയൻസിൽ കാണുന്ന മിക്ക സ്പീഷീസ് ബേർഡ്സും പാർഷ്യൽ മൈഗ്രൻസ് ആണ്. ഇത് സീസണൽ മൈഗ്രേഷൻ. ഇൻ ടെമ്പറേറ്റ് കൺട്രീസ് ദ മൈഗ്രേറ്ററി ബേർഡ്സ് ആർ സംടൈംസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സീസൺസ്. ഫോർ എക്സാമ്പിൾ, ഇൻ ബ്രിട്ടൻ nightingales, cuckoos and swift are summer visitors because they arrive in spring. ടെമ്പറേറ്റ് കൺട്രീസിൽ മിക്ക മൈഗ്രേറ്ററി ബേർഡ്സിനെ അതിനെ സീസൺസ് അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ബ്രിട്ടനിലുള്ള നൈറ്റിംഗേൾസ്, കുക്കൂസ്, ഇതിനെയൊക്കെ സ്വിഫ്റ്റ്, ഇതിനെയൊക്കെ സമ്മർ വിസിറ്റേഴ്സ് ആയിട്ടാണ് പറയുന്നത്. കാരണം അവർ സ്പ്രിംഗ് സീസണിലാണ് അവിടെ എത്തുന്നത്. Next is vagrant or erratic or irregular migration. Some birds such as thrushes, herons, warblers and cuckoos, after breeding, the young and the adult may go astray from their house to disperse in all directions over a few hundred miles in search of food. Seabirds are sometimes taken by hurricanes to far away places from home seas. All such migrations occur in an erratic manner without any orientation. അതായത് ചില പക്ഷികൾ, അത് ത്രഷസ്, ഹെറോൺസ്, വാബ്ലർ, കുക്കൂസ് ഇവ പോലുള്ള ചില പക്ഷികൾ ബ്രീഡിങ്ങിന് ശേഷം അത് യങ്ങും അഡൾട്ടും ഒരുമിച്ച് ഫുഡിന് വേണ്ടി അതിൻ്റെ നെസ്റ്റിൽ നിന്നും പല പല ഡയറക്ഷനിലേക്ക് പോകുന്നു. ഇതിൽ
സീ ബേർഡ്സിനെ ഈ ഹറിക്കെയിൻസ്, അതായത് ചുഴലിക്കാറ്റ് പോലുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും അവർ അതിൻ്റെ ഒറിജിനൽ പ്ലേസിൽ നിന്നും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. ഇങ്ങനെയുള്ള മൈഗ്രേഷൻസിനെയാണ് വേഗ്രൻറ്റ് ഓർ ഇറക്റ്റീവ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. Climatic migration. Climatic migration occur as a result of daily or seasonal changes in the climate of the environment. The north-south migration of many ducks and geese is an example of climatic migration. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച്, അതായത് സീസൺ അനുസരിച്ചോ അല്ലെങ്കിൽ ദിവസേന ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന മൈഗ്രേഷനാണ് ക്ലൈമാറ്റിക് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നോർത്ത് സൗത്ത് മൈഗ്രേഷൻ ഓഫ് മെനി ഡക്സ്, ഒരുപാട് ഡക്സിൻ്റെയും ഗീസിൻ്റെയും ഒക്കെ നോർത്ത് സൗത്ത് ആയിട്ടുള്ള മൈഗ്രേഷൻ ഇതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് ദ മോഡ്സ് ഓഫ് ഫ്ലൈറ്റ് ഇൻ മൈഗ്രേഷൻ. അത് മൈഗ്രേഷനുള്ള ഫ്ലൈറ്റിൻ്റെ പല പല മോഡ്സ്. ഫസ്റ്റ് വൺ ഈസ് ഡയൂർണൽ ഓർ നൊക്ടേണൽ ഫ്ലൈറ്റ്. The migratory flights may occur during daytime or nighttime. Some larger birds fly mainly by day, such as crows, pelicans, cranes, swallows, etc. But vast majority of birds fly at night. These include small-sized birds such as sparrows, warblers, thrushes, etc. അതായത് ഈ മൈഗ്രേഷൻ ഫ്ലൈറ്റ് രാവിലെ സമയത്തും ഉണ്ടാകാം, രാത്രി സമയത്തും ഉണ്ടാകാം. പല ലാർജ് ബേർഡ്സ് ആയിട്ടുള്ള പെലിക്കൻസ്, ക്രെയിൻസ്, സ്വാലോസ് ഇതൊക്കെ ഡേ ടൈമിലാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ സ്മോൾ ബേർഡ്സ്, അതായത് ത്രഷസ്, സ്പാരോസ്, വാബ്ലേഴ്സ് ഇവയൊക്കെ മെയിനായിട്ടും നൈറ്റ് ടൈമിലാണ് മൈഗ്രേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ റേഞ്ച് ഓഫ് മൈഗ്രേഷൻ. റേഞ്ച് ഓഫ് മൈഗ്രേഷൻ വേരീസ് ഫ്രം ഫ്യൂ മൈൽസ് ടു തൗസൻഡ്സ് ഓഫ് മൈൽസ്. Example, Himalayan snow patches cover a distance of about 1 or 2 miles. The Arctic tern migrates about 11,000 miles. Amur falcons can migrate from Nagaland in India to South Africa and back. And the range of migration few miles നിന്നും thousands of miles വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് ഹിമാലയൻ സ്നോ പാട്രിഡ്ജ്. അതിന് 1 or 2 miles വരെ കവർ ചെയ്യാൻ പറ്റും. ആർട്ടിക് ടേൺ മൈഗ്രേറ്റ്സ് അബൌട്ട് 11,000 miles. അമർ ഫാൽക്കൻസ് ക്യാൻ മൈഗ്രേറ്റ് ഫ്രം നാഗാലാൻഡ്. ഇന്ത്യയിലുള്ള നാഗാലാൻഡിൽ നിന്നും സൗത്ത് ആഫ്രിക്ക വരെ പോയി തിരിച്ചു വരാനുള്ള കഴിവ് അമർ ഫാൽക്കൻസിനുണ്ട്. Speed and duration of flight. Average flight velocity of most small birds may be about 30 miles per hour. The maximum speed recorded so far is about 170 miles per hour in Indian Swift. Birds usually travel 5 to 6 hours a day. അതായത് സ്മോൾ ബേർഡ്സിൻ്റെ ആവറേജ് ഫ്ലൈറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് പെർ അവർ 30 മൈൽസ് ആണ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന മാക്സിമം സ്പീഡ് 170 മൈൽസ് പെർ അവർ ആണ്. അത് ഇന്ത്യൻ സ്വിഫ്റ്റിൽ. ബേർഡ്സ് സാധാരണയായി ഒരു ദിവസം 5 to 6 hours ട്രാവൽ ചെയ്യുന്നുണ്ട്. Next is altitude of flight. Some birds fly close to Earth while most routine migration occurs within 3,000 feet of the Earth. Some small birds migrating at night fly at 5,000 to 14,000 feet. Some can even cross the Andes and Himalayas at altitudes of 20,000 feet or more. അതായത് പല പക്ഷികളും എർത്തിനോട് വളരെ ക്ലോസ് ആയിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. പക്ഷേ കൂടുതലും ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു 3,000 ഫീറ്റ് എർത്തിൽ നിന്നും ഒരു 3,000 ഫീറ്റ് ഡിസ്റ്റൻസിലായിരിക്കും. സം സ്മോൾ ബേർഡ്സ് മൈഗ്രേറ്റിംഗ് അറ്റ് നൈറ്റ് ഫ്ലൈ അറ്റ് 5,000 to 14,000 ഫീറ്റ്. ഇത് രാത്രിയിൽ മൈഗ്രേഷൻ നടത്തുന്ന ചെറിയ ചെറിയ പക്ഷികളൊക്കെ 5,000 to 40,000 ഫീറ്റ് ഹൈറ്റിലായിരിക്കും പറക്കുന്നത്. ചിലത് ആൻഡസ്, ഹിമാലയൻ ഓൾട്ടിറ്റ്യൂഡ്സിനെയൊക്കെ മുകളിൽ 20,000 ഫീറ്റ് മുകളിലൊക്കെ പറക്കാനുള്ള കഴിവ് ചില പക്ഷികളിലുണ്ട്. The routes of migration. Migratory birds usually follow definite lines of flight. They may follow the following routes: sea route, coast route, river valley routes and mountain routes. അതായത് ഓരോ മൈഗ്രേറ്ററി ബേർഡ്സും അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടാവും മൈഗ്രേഷന്. അതിൽ ഉൾപ്പെടുന്ന ചിലതാണ് സീ റൂട്ട്, കോസ്റ്റ് റൂട്ട്, river valley routes and mountain routes. The next one is regularity of migration.
In spite of long distance traveled or irregularities of weather, several species of migratory birds show a striking regularity year after year in their timings of arrival and departure. ബേർഡ്സ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലും അത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളായാലും എന്തായാലും അവ ഏത് സമയത്താണോ ഒരു സ്ഥലത്ത് എത്താറുള്ളത് പിന്നീടും അതേ സമയങ്ങളിൽ തന്നെയാണ് അവിടെ എത്തുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും ഈ ടൈമിങ്സ് അറൈവലിൻ്റെയും ഡിപ്പാർച്ചറിൻ്റെയും ടൈമിങ്സ് സെയിം ആയിക്കൊണ്ടേയിരിക്കും. The next is order of migration. During migration, the birds follow a definite order. Normally, the adults migrate first and they are followed by the young. The adult males take the lead followed by the adult females. അതായത് മൈഗ്രേഷൻ്റെ സമയത്ത് ബേർഡ്സ് എപ്പോഴും ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. സാധാരണയായി അഡൾട്ടായിരിക്കും ആദ്യം മൈഗ്രേറ്റ് ചെയ്യുന്നത്, അവയെ ഫോളോ ചെയ്ത് യങ് വൺസും. അഡൾട്ടിൽ തന്നെ മെയിലായിരിക്കും ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത്, അതിനെ ഫോളോ ചെയ്ത് അഡൾട്ട് ഫീമെയിൽസും. നെക്സ്റ്റ് ഈസ് ദ കോസസ് ഓഫ് മൈഗ്രേഷൻ. എൻവയോൺമെൻ്റൽ സ്റ്റിമുലൈ, ഗൊണാഡിയൽ സ്റ്റിമുലൈ, മെറ്റബോളിക് ഹൈപ്പോത്തസിസ്, തൈറോയ്ഡ് ഹോർമോൺസ്, ആൻറ്റി-പിറ്റ്യൂട്ടറി ഹോർമോൺ, multifactorial hypothesis. These are the main reasons for migration. The first one is environmental stimuli. Shortening of daylight, scarcity of food, increased cold and stormy weather, increase of atmospheric pressure, etc. are found to excite birds to migrate to the better suited places. It is likely that drought and heat glare also provide migration among birds. അതായത് ഡേലൈറ്റിൻ്റെ ഷോർട്ടനിങ്, ഫുഡിൻ്റെ സ്കേഴ്സിറ്റി, ഇൻക്രീസ്ഡ് കോൾഡ്, അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ഇൻക്രീസ്, ഇതൊക്കെയാണ് പ്രധാനമായും മൈഗ്രേഷനുള്ള കാരണങ്ങൾ. ഇവയൊക്കെ ബേഡ്സിനെ മറ്റൊരു ബെറ്റർ ആയിട്ടുള്ള പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഡ്രോട്ടും വരൾച്ചയോ ഹീറ്റ് ഗ്ലെയറും ഒക്കെ ബേഡ്സിനെ മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. Next is anti-pituitary hormone. An anti-pituitary hormone is known to regulate migration. Anti-pituitary hormones migration regulate ചെയ്യുന്നു. Next is multifactorial hypothesis. The exact stimulus or trigger for migration is as yet unknown. It has been recently proved that migration is a habit, and like all other habits, it also has to be acquired. It is also an act of intelligence associated with social behavior. അതായത് ഈ ഹൈപ്പോത്തസിസ് പറയുന്നത് മൈഗ്രേഷന് വേണ്ടിയുള്ള എക്സൈറ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഘടകം എപ്പോഴും അൺനോൺ ആണ്. റീസെൻ്റായിട്ട് പ്രൂവ്ഡ് ആയിരിക്കുന്നത് മൈഗ്രേഷൻ ഒരു ഹാബിറ്റാണ്, മറ്റെല്ലാ ഹാബിറ്റ്സിനെ പോലെയും അതും നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ആക്ട് ഓഫ് ഇൻ്റലിജൻസ് അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ ബിഹേവിയർ. സോഷ്യൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റലിജൻസും കൂടിയാണ് മൈഗ്രേഷൻ, അതിന് വേണ്ടി നയിക്കുന്ന സ്റ്റിമുലസ്. Last one is the advantages of migration. The main advantages of migrations are, in the destination, the migratory birds may get suitable climatic conditions. അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ ബേർഡ്സിന് അവയ്ക്ക് അനുയോജ്യമായ ക്ലൈമറ്റിക് കണ്ടീഷൻസ് കിട്ടുന്നു. They may obtain new and abundant supply of food. പുതിയ തരത്തിലുള്ള ഫുഡ്, അതും അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ലഭിക്കുന്നു. The birds can avail increased space for breeding and nesting. ബ്രീഡിങ്ങിനും നെസ്റ്റിങ്ങിനും വേണ്ടി അവർക്ക് ഒരുപാട് സ്ഥലം ലഭിക്കുന്നു. They may also experience long hours of daylight for searching food. ഫുഡിനുള്ള സെർച്ചിന് വേണ്ടി അവർക്ക് കൂടുതൽ സൺലൈറ്റൊക്കെ പ്രൊവൈഡ് ആകുന്നു. Migration has the immense evolutionary advantage of getting the chance for gene exchange with individuals of other parts of the range, thus enhancing variability in population. This is all about migration in birds, which is the most remarkable phenomena in avian life. Thank you.